ബയോവേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, മോളിക്കുലർ ബേസിസ് എന്ന ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനെ ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യും. ഓക്കെ, എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, DNA-യിൽ നിന്നും മെസ്സഞ്ചർ RNA ഉൽപ്പാദിപ്പിക്കുന്നതിനെ വിളിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലാണ്. അതിലാണ് നമ്മുടെ എല്ലാ സ്വഭാവങ്ങളെയും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരു mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA എന്ന് പറഞ്ഞാൽ, ഈ മെസ്സഞ്ചർ RNA DNA-യുടെ ഒരു മെസ്സഞ്ചറാണ്. DNA-യുടെ മെസ്സേജുകൾ സൂക്ഷിക്കുന്ന ആളാണെന്ത്? മെസ്സഞ്ചർ RNA. അതിൻ്റെ പ്രാധാന്യം നമ്മൾ അടുത്ത സെഷനിൽ പറയും. ഓക്കെ, അപ്പോൾ ഈ മെസ്സഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്ത് വിളിക്കും? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെ നടക്കുന്നതെന്ന് പറയാൻ പോകുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, അയാളുടെ പേരാണ് RNA പോളിമറൈസ്. മുഴുവൻ പേര് പറയുകയാണെങ്കിൽ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിൽ നിന്നാണ്? DNA-യിൽ നിന്നാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഈ RNA പോളിമറൈസ് എങ്ങനെയാണ് ഈ RNA ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ RNA ഇതാണല്ലോ DNA. ഈ DNA-യുടെ ഒരു സ്ട്രാൻഡ് എന്തായിരിക്കും? 3'5' ആയിരിക്കും. ഇതാണ് RNA നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. DNA-യിലെ 3'5' സ്ട്രാൻഡിനെ RNA നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ തൈമിനാണല്ലോ, അപ്പോൾ ഓപ്പോസിറ്റ് തൈമിനേറ്റ് എപ്പോഴും ആരാ പെയർ ചെയ്യുക? അഡിനിനാണല്ലോ. ഇവിടെ ഒരു അഡിനിൻ വെക്കും. ഇവിടെ അഡിനിനാണല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും DNA-യിൽ തൈമിനായിരിക്കും. പക്ഷേ RNA പ്രത്യേകം എന്താ നിങ്ങൾക്കറിയോ? RNA-യിൽ തൈമിൻ ഉണ്ടാവില്ല, പകരം എന്താ ഉണ്ടാവുക? യുറാസിലായിരിക്കും. ഇവിടെ സൈറ്റോസിന് പകരം ഇവിടെ ഗ്വാനിൻ വെക്കും. ഇവിടെ ഗ്വാനിന് പകരം സൈറ്റോസിൻ വെക്കും. അഡിനിന് പകരം വീണ്ടും യുറാസിൽ വെക്കും. തൈമിൻ്റെ ഓപ്പോസിറ്റ് അഡിനിൻ വെച്ച് ഇതായിരിക്കും നമ്മുടെ മെസ്സഞ്ചർ RNA. സോ ഒരു DNA-ക്ക് എന്തുണ്ട്? 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ. ഒരു സ്ട്രാൻഡ് ഇതാണ്, ഇത് രണ്ടാമത്തെ സ്ട്രാൻഡാണ്. ഈ സ്ട്രാൻഡിൽ 3'5' ഉള്ള DNA-യുടെ സ്ട്രാൻഡിനെയാണ് നമ്മൾ RNA നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. So the DNA with 3'5' polarity is used as template. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ സ്ട്രാൻഡ് ഉണ്ടല്ലോ, അത് 5'3' ആണല്ലോ. ഇതിനെ നമ്മൾ RNA നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഈ സ്ട്രാൻഡിനെ പക്ഷെ പേരെന്താ വിളിക്കുക എന്നറിയോ? കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. സോ കോഡിംഗ് സ്ട്രാൻഡ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ mRNA സിന്തസിസ്. ഓക്കെ, സോ DNA-യുടെ 2 സ്ട്രാൻഡുകൾ, ഒന്ന് ടെംപ്ലേറ്റ് ആണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ RNA. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് ഉള്ള പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് പ്രൊമോട്ടർ റീജിയനാണ്. സോ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന എൻസൈം ഉണ്ടല്ലോ, RNA പോളിമറേസ്. ഈ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഈ പോയിൻ്റാണെന്ത്? പ്രൊമോട്ടർ റീജിയൻ. ഓക്കെ, ഒരു ട്രാൻസ്ക്രിപ്ഷൻ്റെ രണ്ടാമത്തെ ഭാഗം, ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ ആവശ്യമായ മുഴുവൻ ഭാഗങ്ങളും ചേർന്നാൽ എന്തായി? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആയി അല്ലേ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. ഈ ജീനിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിലൂടെ മെസ്സഞ്ചർ RNA ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തതാണ് ടെർമിനേറ്റർ. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവുന്ന പോയിൻ്റാണിത് ടെർമിനേറ്റർ. അപ്പോൾ ഈ പ്രൊമോട്ടറോ സ്ട്രക്ചറൽ ജീനോ ടെർമിനേറ്ററോ ഒക്കെ അടയാളപ്പെടുത്താൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അതിന് പകരം ABC എന്നൊക്കെ എക്സാമിന് ചിലപ്പോൾ തരാറുണ്ട്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇവിടെ ഈ മുകളിലുള്ളതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് കൊടുത്തത്. എന്തുകൊണ്ടാണ്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എപ്പോഴും എന്തായിരിക്കും? DNA-യിൽ എന്തായിരിക്കും?
3-5' ഡയറക്ഷനിലെ സ്ട്രാൻഡിനെ നമ്മളെന്ത് വിളിക്കുക? ടെംപ്ലേറ്റ് എന്ന് വിളിക്കുക. അല്ലാത്ത സ്ട്രാൻഡ്, ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കാത്ത സ്ട്രാൻഡിനെ എന്താ വിളിക്കുക? നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്നുമാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ഭാഗത്തോട് തിരിച്ചു പോകാം. പഴയ PDF നമ്മുടെ ക്വസ്റ്റ്യൻ പാർട്ടിലോട്ട് തിരിച്ചു പോകാം. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് മുൻ വർഷങ്ങളിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടി പഠിക്കാം. ഈ ഭാഗത്തുനിന്ന് മുൻപ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, വളരെ നല്ലൊരു ഡയഗ്രം. റൈറ്റ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞ DNA നിന്നും DNA പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. പിന്നെ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. RNAയുടെ സഹായത്തോടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എന്താ വിളിക്കുക? ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കും. അത് നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ അത് വൃത്തിയായിട്ട് വളരെ ഡീറ്റെയിലിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്ട് A and B. A ഇവിടെ എന്താണ്? ടെർമിനൽ റീജിയൻ ആണ് അല്ലേ. B എന്താണ്? B എന്ന് കൊടുത്ത് എന്താ? ഇത് ടെംപ്ലേറ്റ് ആകുമ്പോൾ ഇത് കോഡിംഗ് സ്ട്രാൻഡ് ആണ് അല്ലേ. ഈ രൂപത്തിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. ഇവിടെ വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഇവിടെ Aയും Bയും എന്താ ചോദിക്കുന്നുണ്ട്? A എന്താണ്? ഇവിടെ പ്രൊമോട്ടർ റീജിയൻ ആണ്. B ആണെന്ത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലേ. ഈ പ്രൊമോട്ടർ റീജിയൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് ഇതിന് സഹായിക്കുന്ന എൻസൈം ആയിട്ടുള്ള RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന പോയിന്റ് ആണെന്ത്? പ്രൊമോട്ടർ റീജിയൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടെർമിനേറ്റർ പോയിന്റിലാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് അവസാനിക്കുന്ന പോയിന്റാണ്. അതും പ്രത്യേകമായി നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി വേറെ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. 2-3 ക്വസ്റ്റ്യൻസും നോക്കിയാൽ നമുക്ക് ഇവിടെ വന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് പരിചയം. 2020 സേ എക്സാമിൽ വന്നൊരു ക്വസ്റ്റ്യൻ. ഇവിടെ വീണ്ടും ഇതാ A എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊമോട്ടർ റീജിയൻ ആണ്. C എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനേറ്റർ ആണ്. B എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ജീൻ ആണ്. A, B and C മാച്ച് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ വേറെ വർഷം വന്നൊരു ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ള കേട്ടോ. വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ പെട്ടെന്ന് ഇതിൽ കാണാത്തത് കൊണ്ടാണ്. ഒരു ക്വസ്റ്റ്യനൊക്കെ എന്തായാലും ഉണ്ടാവും, നോക്കാം. ജസ്റ്റ് വെയിറ്റ്. ഇതവിടെ ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ കോഡിംഗ് സ്ട്രാൻഡ്? ഇതിൽ ഏതാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് ചോദിക്കുന്നത്. കോഡിംഗ് സ്ട്രാൻഡ് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സ്ട്രാൻഡ് വിത്ത് 5', 3'. And which will be the template strand? It is the DNA with 3', 5' polarity. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധിക്കുക. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കില്ല. ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് രണ്ടും ടെംപ്ലേറ്റ് ആവാത്തത്? ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം ഈ അടുത്തൊന്നും വന്നിട്ടില്ല. ഇതും ടെംപ്ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് 2 സ്ട്രാൻഡുകളും ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ 2 സ്ട്രാൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 2 RNA ഉണ്ടാവും. ഈ 2 RNA തമ്മിൽ കൂടിച്ചേർന്ന് എന്ത് ചെയ്യും? ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA dsRNA രൂപപ്പെടും. ഇത് ട്രാൻസ്ക്രിപ്ഷനെ കോംപ്ലിക്കേറ്റഡ് ആക്കുമെന്നാണ് റീസണായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അത് നന്നായിട്ട് നോക്കി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിന് പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. ഒന്ന് ഇനീഷ്യേഷൻ, സെക്കൻഡ് വൺ ഇലോങ്ങേഷൻ ആൻഡ് തേർഡ് വൺ ടെർമിനേഷൻ. ഇങ്ങനെ 3 സ്റ്റേജുകളാണ് ട്രാൻസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് തുടങ്ങാൻ സഹായിക്കുന്ന എൻസൈമാണ് RNA പോളിമറൈസ്. ഈ RNA പോളിമറൈസ് വന്നിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ DNA. ഈ DNAയിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യേഷൻ. അതിനുശേഷം DNAയിലെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന RNAയെ നിർമ്മിക്കുന്ന സ്റ്റെപ്പിനെ നമുക്ക് ഇലോങ്ങേഷൻ എന്ന് വിളിക്കാം. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് അവസാനിപ്പിച്ചിട്ട് RNA റിലീസ് ചെയ്യുകയും RNA പോളിമറേസ് പുറത്തോട്ട് പോവുകയും ചെയ്യുന്ന 3ാമത്തെ സ്റ്റെപ്പാണെന്ത്? ടെർമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഈ 3 പ്രോസസ്സുകളെയും നിയന്ത്രിക്കുന്ന എൻസൈമാണ് RNA പോളിമറേസ്. ഇവിടെ
RNA പോളിമറേസിന് ശരിക്കും പറഞ്ഞാൽ ഇലോങ്ങേഷൻ എന്ന പ്രോസസ്സാണ് സ്വന്തമായി ചെയ്യാൻ സാധിക്കുക. പിന്നെ അടുത്തൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇത് ട്രാൻസ്ക്രിപ്ഷൻ്റെ 3 സ്റ്റെപ്പുകളായിട്ടുള്ള ഇനീഷ്യേഷനും ഇലോങ്ങേഷനും ടെർമിനേഷനും ഒറ്റയ്ക്ക് ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു ചോദ്യം. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന സമയത്ത് ഈ RNA പോളിമറേസിനെ ഇനീഷ്യേഷൻ പ്രോസസ്സിന് വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സിഗ്മ ഫാക്ടർ അല്ലെങ്കിൽ ഇനീഷ്യേഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഈ RNA പോളിമറേസിൻ്റെ ഉള്ളിൽ സിഗ്മ ഫാക്ടർ അല്ലെങ്കിൽ ഇനീഷ്യേഷൻ ഫാക്ടർ ബൈൻഡ് ചെയ്യുന്നതോടുകൂടി ഇനീഷ്യേഷൻ പ്രോസസ്സ് ആരംഭിക്കും. ഉടൻ തന്നെ ഈ RNA പോളിമറേസ് ഇനീഷ്യേഷൻ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സ്റ്റേജായിട്ട് ഇലോങ്ങേഷൻ ആരംഭിക്കും. ഈ സമയത്താണ് RNA എന്ന് വിളിക്കുന്ന ഈ ന്യൂക്ലിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഇലോങ്ങേഷൻ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന സിഗ്മ ഫാക്ടർ അവിടെ നിന്നും റിലീസ് ചെയ്യും. പിന്നീട് ഈ കാണുന്ന RNAയുടെ നിർമ്മാണം പൂർത്തിയാകും. RNAയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ടെർമിനേഷൻ സമയത്ത് ടെർമിനേഷൻ പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് റോ ഫാക്ടർ അല്ലെങ്കിൽ ടെർമിനേഷൻ ഫാക്ടർ. ഈ റോ ഫാക്ടർ ഇവിടെ വരുന്നത് ടെർമിനേഷൻ്റെ സമയമാവുന്ന സമയത്ത് മാത്രമാണ്. ടെർമിനേഷൻ പ്രോസസ്സിന് വേണ്ടി റോ ഫാക്ടർ സഹായിക്കുകയും ടെർമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ RNA റിലീസാവും, RNA പോളിമറേസ് പുറത്തു പോവും, റോ ഫാക്ടറും പുറത്തു പോകുന്നു. ഇങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൻ്റെ 3 സ്റ്റേജുകൾ പൂർണ്ണമാവുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഈ രൂപത്തിലാണ് ബാക്ടീരിയ പോലെയുള്ള ജീവികളിൽ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് അവസാനിക്കുന്നത്. എന്നാൽ യൂക്കാരിയോട്ടിക് സെൽ, ഉദാഹരണമായി മനുഷ്യർ പോലെയുള്ള ജീവികളിൽ ട്രാൻസ്ക്രിപ്ഷനിൽ വേറെയും ചില 2-3 വ്യത്യാസങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഒരു യൂക്കാരിയോട്ടിക് സെൽ, അതായത് ഹ്യൂമൻ ബീങ് ഉൾപ്പെടെയുള്ള ബാക്ടീരിയ അല്ലാത്ത ജീവികളാണ് യൂക്കാരിയോട്ടിക് സെൽ. യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന RNAയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ് ന്യൂക്ലിയർ RNA. ഓക്കെ, ഈ മനുഷ്യന്മാരിൽ ഉണ്ടാവുന്ന RNAയുടെ പേരാണിത് HNRNA, ഹെറ്ററോജീനിയസ് ന്യൂക്ലിയർ RNA. ഇത് ബാക്ടീരിയകളിലെ RNAയിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതിൽ എക്സോണുകൾ, ഇൻട്രോണുകൾ എന്നീ ഭാഗങ്ങൾ ഒന്നിടവിട്ട രൂപത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. യെല്ലോ കളറിൽ കാണുന്നതാണ് എക്സോൺ. റെഡ് കളറിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഇൻട്രോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. എക്സോണുകളും ഇൻട്രോണുകളും ഇടകലർന്ന രൂപത്തിൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശരിക്കും നമുക്ക് ആവശ്യമുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സോണുകൾ മാത്രമാണ്. സോ ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് സ്പ്ലൈസിങ് എന്നാണ് വിളിക്കുക. സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാൽ ഈ RNAയിലെ ഇൻട്രോണുകൾ റിമൂവ് ചെയ്യുകയും എക്സോണുകൾ ജോയിൻ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് സ്പ്ലൈസിങ്. സോ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, ഈ ഒരു ഡയഗ്രത്തിൽ ഇതിലെ ഇൻട്രോണുകൾ ഇതിൽ നിന്നും മെല്ലെ റിമൂവ്ഡ് ആവുന്നുണ്ട്. ഈ ഭാഗമാണ് ഇൻട്രോൺ. സോ ഈ ഇൻട്രോണുകൾ റിമൂവ് ചെയ്ത ശേഷം ഈ എക്സോണുകൾ ജോയിൻ ചെയ്യുന്ന ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇൻട്രോൺ ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺ ഈസ് കോൾഡ് splicing. So what is the meaning of splicing is that it is the process of removal of intron and joining of exon. Okay, ഇതിന് ശേഷം ഉണ്ടാവുന്ന ഈ കാണുന്ന യെല്ലോ കളറിൽ വരുന്ന ഭാഗമാണ് ഒറിജിനൽ നമ്മുടെ mRNA എന്ന് വിളിക്കുന്നത്. ഇതിന് ശേഷം ഈ RNAയുടെ 5' എൻഡിൽ മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യപ്പെടും. എന്താ പറയുക? മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇത് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്പിംഗ് എന്നാണ് വിളിക്കുക. സോ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ക്യാപ്പിങ്ങിൻ്റെ അർത്ഥം? ആഡിങ് ഓഫ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ടുവാർഡ്സ് ദ 5' എൻഡ്. അതേപോലെ ഈ RNAയുടെ 3' എൻഡിൽ ധാരാളം ഒരുപാട് അഡിനിൻ അടങ്ങിയ ഒരു അഡിനിൻ ടൈൽ കാണാൻ സാധിക്കും. ഈ പോളി അഡിനിൻ ടൈൽ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ
വിളിക്കുന്ന പേരാണ് ടൈലിംഗ് എന്നാണ് നമ്മൾ വിളിക്കുക. ഈ ക്യാപ്പിങ്ങും ടൈലിങ്ങും സ്പ്ലൈസിങ്ങും എല്ലാം പ്രോകാരിയോട്ടിക് സെല്ലിൽ നിന്നും യൂക്കാരിയോട്ടിക് സെല്ലിലെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിലെ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ എക്സാമിൽ ചോദിക്കും ഹൗ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് പ്രോകാരിയോട്ടിക് സെൽസ് ഡിഫർ ഫ്രം യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്സ് കൂടി നമ്മൾ എഴുതണം. എന്തെല്ലാണ്? ഒന്ന് സ്പ്ലൈസിങ് ഈസ് ദ റിമൂവൽ ഓഫ് ഇൻട്രോൺ ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺ. ഇൻട്രോൺസ് ആർ അൺവാണ്ടഡ് പാർട്ട്, ദർ നീഡ് ടു ബി റിമൂവ്ഡ്. ഇതേപോലെ തന്നെ ക്യാപ്പിംഗ് ടൈലിങ്ങുമെല്ലാം യൂക്കാരിയോട്ടിക് സെല്ലിലെ ട്രാൻസ്ക്രിപ്ഷൻ്റെ അഡീഷണൽ സ്റ്റേജുകളാണ്. ഓക്കെ, ഇത്രയും കൂടിയാണ് ട്രാൻസ്ക്രിപ്ഷനിലുള്ള